ഒരാൾ അത് കലാകാരനായാലും രാഷ്ട്രീയ നേതാവായാലും മറ്റേത് രംഗത്തായാലും കുറ്റം ചെയ്താൽ അയാൾ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ വെറുതെ വിടട്ടെ എന്ന് വിചാരിച്ച് ക്രിമിനലായ ഒരാൾ കേസ് ഉള്ളപ്പോൾ അയാൾക്ക് അഭിനയിക്കാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? സിനിമയെ സിനിമയായും കുറ്റവാളിയെ കുറ്റവാളിയായിട്ടും നമ്മൾ കാണണം. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സിനിമകൾ ബഹിഷ്കരിക്കാൻ പാടുണ്ടോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസം 2 ദിവസം പ്രത്യേകതയുള്ളതാണ്. മെയ് 21-ാം തീയതി നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ അവസാന വിചാരണ കഴിഞ്ഞു, പുതിയതെന്തെങ്കിലും പറയുന്ന ദിവസം, അത് കഴിഞ്ഞ് വിധി പ്രസ്താവിക്കുന്ന ദിവസമാണ്. മെയ് 9-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് ഒരു സിനിമ റിലീസ് ചെയ്യാണ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപ് നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്നാണ് പേര്. എന്താ നിങ്ങൾക്ക് ചിരി വരുന്നോ? എനിക്ക് ചിരിയൊന്നുമല്ല വരുന്നത്. കാരണം മെയ് 21 പറഞ്ഞു ദിലീപ് ഉൾപ്പെട്ട 8-ാം പ്രതിയായ കേസിൻ്റെ ഒരു അവസാനം കുറിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. മറ്റു ദിവസം ഈ സിനിമ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ റിലീസ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്നൊരു കമൻറ്റുകൾ വെച്ചാൽ ദിലീപിൻ്റെ സിനിമ ബഹിഷ്കരിക്കണം, അയാൾ ക്രിമിനലാണ് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനു മുമ്പും എതിരായിരുന്നു. ഇപ്പോഴല്ല, ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് തുടങ്ങിയത് നാൾ മുതൽ ദിലീപിൻ്റെ എതിരായിട്ട് ചാലൊക്കെ പറഞ്ഞൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അന്നും പറഞ്ഞിരിക്കുന്നു സിനിമ നിങ്ങൾ കാണണം, സിനിമയും ഇതും രണ്ടായിട്ട് കാണണം എന്നും പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു, ദിലീപിൻ്റെ സിനിമ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അത് നല്ല സിനിമയാണെന്ന് പറയണം. അവിടെ ഒരു ക്രിമിനൽ മൈൻഡ് ആ സിനിമയ്ക്കില്ല. ഇതിപ്പോൾ ഇവിടെ പറയാൻ 2 കാരണങ്ങൾ ഞാനിവിടെ പറയാനുണ്ട്. ഞങ്ങളിപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഒരു ധ്വനി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ചു. മറ്റൊന്നുമല്ല, കാവ്യ ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണ്, മഞ്ജു വാര്യർ ദിലീപിൻ്റെ മുൻ ഭാര്യയാണ്. ഈ 2 പേരെയും കുറിച്ച് ഞാനൊരു വീഡിയോ കിട്ടി. ഇവരിൽ ആരാണ് നല്ലത് എന്നതിൽ ഒരു വീഡിയോ ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ പറയേണ്ട, നിങ്ങൾ വിചാരിച്ച പേര് മഞ്ജു വാര്യർ എന്നായിരിക്കും. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം മഞ്ജു വാര്യർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നല്ല കഥാപാത്രം, നല്ല സ്വഭാവ നിലയ്ക്ക്, നല്ല പെരുമാറ്റം, നല്ല രീതിക്ക് ചെയ്ത് കാവ്യമാധവനെയാണ്. അതിനെ എന്തെല്ലാം പറഞ്ഞുകൂട്ടി, ട്രാക്ക് മാറിയോ, കാല് മാറിയോ, എത്ര ലക്ഷം കിട്ടി എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. ലക്ഷങ്ങൾക്കും കോടികൾക്കും പോയി ഒരു ചായയുടെ പുറകെ പോലും ഇന്നേ വരെ ഞങ്ങൾ പോയിട്ടില്ല, ഇനി പോകുകയുമില്ല. സത്യമായിട്ട് പറയാനുള്ള ഒരവകാശം, അധികാരം എനിക്കുണ്ട്. ഈ 2 പേരുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് മഞ്ജു വാര്യർ കാവ്യക്കൊപ്പം എത്തിയില്ല? കാവ്യ ചെയ്ത ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടതല്ല, എനിക്കുണ്ടായ അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദിലീപിൻ്റെ ഭാഗത്തുണ്ടായാലും പറഞ്ഞു തരും. ദിലീപ് കേസിൽപ്പെട്ടു, 8-ാം പ്രതി ആയി എന്ന് വിചാരിച്ചിട്ട് ദിലീപിൻ്റെ ക്വാളിറ്റി ഞാൻ കാണാതിരിക്കില്ല. കാരണം അയാൾ സിനിമാ നടനാണ്, നിർമ്മാതാവാണ്. ആ സിനിമയ്ക്ക്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിരുന്നു. ഞാൻ മാത്രമല്ല, പലരും. ഇപ്പോൾ ഒരു പുതിയ സിനിമ തീർച്ചയായും കണ്ടിരിക്കും. അത് കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പറയാൻ കാരണം, ഇവിടെ ഒരു പൊങ്കാല ഇട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മുടെയൊക്കെ വാനമ്പാടി എന്ന് പറഞ്ഞ ചിത്ര ഈയിടെ സ്റ്റാർ സിംഗറിൻ്റെ 10ാമത്തെ പ്രോഗ്രാം ഉണ്ട്. ശരി, അതിൽ ദിലീപ് വന്നിരുന്നു. നിങ്ങളതൊക്കെ കണ്ടു കാണുമല്ലോ. അവിടെ ദിലീപ് തൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞു. സിനിമയെ പറഞ്ഞ കൂട്ടത്തിൽ ദിലീപിൻ്റെ 2ാമത്തെ മകൾ മഹാലക്ഷ്മി വളരെ കൊച്ചിലെ തന്നെ ചിത്രയുടെ പാട്ടുകൾ പാടി അതിൻ്റെ കാസറ്റ് അയച്ചെടുത്ത കാര്യം പറഞ്ഞിരുന്നു. ഇതെല്ലാം കേട്ട് ആകെ ത്രില്ലടിച്ചിരിക്കുന്ന ചിത്രം അതെല്ലാം ഓർക്കുന്നു. ചിത്ര പാടിയ മുഴുവൻ പാട്ടുകളും ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. അതും പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ദിലീപിനെ ഇഷ്ടമാണെന്നും ദിലീപിൻ്റെ സിനിമകൾ ഇഷ്ടമാണെന്നും ചിത്ര പറഞ്ഞു. അതിനെതിരെയാണ് ഇത്രമാത്രം മോശമായ രീതിയിലാണ് പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ഞാനിനി സ്റ്റാർ സിംഗർ കാണുന്നേയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അതാരെങ്കിലും കൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. സ്ക്രീനിന് മുന്നിൽ
ആരഭിനയിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, അതിലെന്ത് ചെയ്തിരിക്കുന്നു. ഒരാളുടെ അല്ല സിനിമ. ആ സിനിമയ്ക്കൊരു നിർമ്മാതാവുണ്ട്, സംവിധായകനുണ്ട്, അതിന് ഒരു കൂട്ടം, അതായത് കഠിനാധ്വാനം ചെയ്ത കുറേ മനുഷ്യരുണ്ട്, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരുടെ സിനിമയാണ്. അതിലൊരാൾ മാത്രമാണ് ദിലീപായാലും മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും അങ്ങനെ ആരായാലും അവർ ഓരോരുത്തരും ആ പടത്തിൽ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമ പൊളിഞ്ഞു പോയാലോ ദുഃഖവും കണ്ണീരും ആത്മഹത്യ വരെ എത്തുന്നതൊക്കെ ഒരു നിർമ്മാതാവ് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സിനിമ വിജയിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത്. ദിലീപ് അഭിനയിച്ചത് കൊണ്ട് നല്ല സിനിമ എങ്ങനെ മോശമാവും? മോഹൻലാൽ അഭിനയിച്ചുകൊണ്ട് മോശ സിനിമ എങ്ങനെ നല്ലതാവും? മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ട് മോശ സിനിമ എങ്ങനെ നല്ലതാവും? അത് പാടില്ല. മോശമാണെങ്കിൽ മോശം, അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദിലീപിൻ്റെ കേസ് ഇപ്പോൾ 9-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നു. 21-ാം തീയതി കേസിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് തിരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലും വിജയം ആർക്ക് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ദിലീപ് എവിടെയാണ് പരാജയപ്പെടുന്നത്, ദിലീപ് എവിടെയാണ് വിജയിക്കുന്നത്, ഇതൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചർച്ച ചെയ്തോളൂ. സിനിമ ദിലീപിൻ്റെ കുറേ കാലത്തിന് ശേഷം ഇറങ്ങാണ്. ദിലീപ് ഇവിടെ ഔട്ടായി പോയിരിക്കുന്നു. അതൊക്കെ സിനിമയുടെ ഭാഗമാണ്. ഇവിടെ പ്രഗത്ഭരായ എത്രയോ നടന്മാരിവിടെ ഒരു സുപ്രഭാതത്തിൽ ഔട്ടായി പോയിരിക്കുന്നു. എന്തിന്? ഇപ്പോഴും ഇവിടെ സജീവാനുക്ക മമ്മൂട്ടി തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂട്ടിയുടെ 6 നമ്മുടെ കിണ്ണം കാച്ചി പടം എന്നൊക്കെ പറഞ്ഞ 6 വ്യത്യസ്തമായ സിനിമകൾ. ആ 6 സിനിമകളും ഒരുമിച്ചൊരു പ്രത്യേക സ്റ്റൈലിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് മമ്മൂട്ടി അഭിനയിച്ച ജോഷി അടക്കമുള്ള സംവിധാന സിനിമകൾ. അന്ന് പറ്റിയതെന്താ? ഈ സിനിമകളെല്ലാം ഒരാഴ്ച റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അത് ഓരോന്നാരായി റിലീസ് ചെയ്തിരുന്നെങ്കിൽ ആ സിനിമകളെല്ലാം ബമ്പർ ഹിറ്റായി വന്നത്. ആ സിനിമയെല്ലാം പരാജയപ്പെട്ടപ്പോഴെന്താ, ഒരു ദിവസം കൊണ്ട് മമ്മൂട്ടി വെച്ച് ലക്ഷങ്ങളുണ്ടാക്കിയ പ്രൊഡ്യൂസർമാരടക്കമുള്ളവർ പറഞ്ഞത് ഇനി മമ്മൂട്ടി വേണ്ട എന്നൊരു തീരുമാനമെടുത്തു എന്നാലോചിക്കണം. പിന്നെ രക്ഷപ്പെട്ടു വന്നു, അത് വേറൊരു കഥ. അതേപോലെ തന്നെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ അടുത്ത സിനിമ പരാജയപ്പെടും, എല്ലാ സിനിമയും പരാജയപ്പെടും എന്ന് അർത്ഥമില്ല. സംവിധായകർ മാറും, കഥകൾ മാറും, നിർമ്മാതാവ് മാറും, ഒക്കെ മാറും. പ്രേക്ഷകരിൽ തന്നെ അഭിരുചിക്കുള്ള മാറ്റങ്ങളുണ്ടായ പ്രേക്ഷകരുണ്ടായിരിക്കും. ഇന്നയാളുടെ സിനിമയെ മാത്രം കാണുമോ? ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ചെറുപ്പക്കാരുടെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ചെറുപ്പക്കാരുടെ സിനിമ കാത്തിരിക്കുകയാണ് ഇറങ്ങാൻ. അപ്പോൾ ഒരു മുൻവിധിയുമില്ലാതെ സിനിമ കാണുന്ന പ്രേക്ഷകർ ഇവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദിലീപിൻ്റെ സിനിമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കാണാതിരിക്കരുത്. കാരണം ഇതൊരു നിർമ്മാതാവുണ്ട്. ആ നിർമ്മാതാവിനെ നടക്കണം. നിങ്ങൾ ആദ്യം പോയി സിനിമ കാണൂ. മോശമാണെങ്കിൽ ഇതൊരു മോശം സിനിമയാണ്, അതല്ല നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണോ എന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെ കേസ് നടക്കുമ്പോൾ അത് കോടതി തീരുമാനിക്കട്ടെ. ദിലീപിനെ വെറുതെ വിടണോ, ശിക്ഷിക്കപ്പെടുന്നതോ? സിനിമയും കേസും രണ്ടായി ഇനിയെങ്കിലും കാണുക എല്ലാവരുടെ കാര്യത്തിലും.